ട്രൈപോഡാണ് എടുക്കുന്നത്, അൺബോക്സ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ആദ്യം ലാഗ് അടിപ്പിക്കുന്നില്ല, നേരെ വീഡിയോയിലേക്ക് പോവാം. ഹലോ, അപ്പോൾ ഇതാണ് നമ്മുടെ ട്രൈപോഡ് വരുന്നത് വെച്ചാൽ. അപ്പോൾ അൺബോക്സ് ചെയ്യുന്നതിൻ്റെ മുന്നേ എൻ്റെ ചാനൽ ലൈക്കും ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യാത്തവർ എത്രയും പെട്ടെന്ന് ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യാം. അപ്പോൾ ഇത് വരുന്നത് സെൽഫി സ്റ്റിക്കായിട്ടാണ് വരുന്നത്. നാഫേൻ്റെ 3-in-1 ഇതാണ് ഞാൻ വാങ്ങിയിട്ടത്. R1S എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. സംഭവം കുഴപ്പമില്ലാന്ന് തോന്നുന്നു. നമുക്ക് അതൊരു അൺബോക്സ് ചെയ്ത് നോക്കാം. ഞാൻ അത് ഓർഡർ ചെയ്ത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. അപ്പോൾ നമുക്ക് വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ ലിങ്ക് താഴെ കൊടുക്കുക. പാക്കിംഗ് അത്യാവശ്യം നല്ല രീതിക്കാണ് പാക്ക് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് നമ്മുടെ ട്രൈപോഡുള്ളത്. അപ്പം ട്രൈപോഡ് വെക്കാം. ഉള്ളിലത്തെ കുറച്ച് സാധനങ്ങൾ നമുക്ക് കാണാം. ഫസ്റ്റ് നമുക്ക് ക്യാഷ് ബാക്കാണ് കിട്ടിയിട്ടുള്ളത്. 30 രൂപേൻ്റെ അപ് ടു 30 രൂപേൻ്റെ ക്യാഷ് ബാക്ക് കിട്ടിയത്. എങ്ങനെയാണെന്ന് വെച്ചാൽ മേലെ കാണുന്ന ഈ വാട്സപ്പ് നമ്പറില്ലേ, ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടോ അറിയില്ല. ഈ ഒരു വാട്സപ്പ് നമ്പറേക്ക് നിങ്ങൾ വാറൻറ്റി ഉണ്ട്. നമുക്ക് വേണമെങ്കിൽ വാറൻറ്റിക്ക് അപേക്ഷിക്കുക. അല്ലെങ്കിൽ നമുക്ക് ക്യാഷ് ബാക്ക് ആയിട്ട് നമുക്ക് UPI ID കൊടുത്താൽ മതി, ഗൂഗിൾ പേൻ്റെ ഒക്കെ. അങ്ങനെ UPI ID ആയിട്ട് കൊടുക്കാം നമുക്ക്. ഓക്കെ, അതവിടെ കിടക്കട്ടെ. പിന്നെ വരുന്ന യൂസർ മാനുവലാണ്. ഇതാണ് സംഭവം. സെൽഫി സ്റ്റിക്കിൻ്റെ കാര്യമായിട്ടൊന്നുമില്ല, എങ്ങനെ ഉപയോഗിക്കേണ്ടതെന്നുള്ള കുറച്ച് കാര്യങ്ങൾ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഇതവിടെ ഇരിക്കട്ടെ. നമുക്കപ്പോൾ ട്രൈപോഡിലേക്ക് പോകാം. അത്യാവശ്യം നല്ലൊരു ക്ലിയർ ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ഒരു ട്രൈപോഡാണ്. നല്ല രീതിക്ക് എനിക്ക് ഭയങ്കര ഇഷ്ടമായി ട്രൈപോഡ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിട്ടുണ്ട്. പ്ലാസ്റ്റിക് മെറ്റീരിയൽ ആയിട്ടാണ് വരുന്നത്. പക്ഷേ സെൽഫി സ്റ്റിക്കിൻ്റെ ഇത് മാത്രമാണ് സ്റ്റെയിൻലെസ് സ്റ്റീലായിട്ടാണ് വരുന്നതെന്ന് തോന്നുന്നു. ഇവിടെ ഒരു ലിവർ ഉണ്ട്, അത് ഇത് താഴ്ത്താനും പൊക്കാനുള്ളതാണെന്ന് തോന്നുന്നു. ഓക്കെ, ഇത് നമുക്ക് ഇത്ര വേണമെങ്കിൽ ഇത്രയായിട്ട് മുറുക്കി വെക്കാൻ പറ്റും. ഓക്കെ, അപ്പം ഇതിൽ പിന്നെ സ്റ്റാൻഡായിട്ട് വരുന്നുണ്ട്. നമുക്ക് സ്റ്റാൻഡ് ഒന്ന് നോക്കി വെക്കാം. നിവർത്താൻ പറ്റും കേട്ടോ സ്റ്റാൻഡ്. അപ്പോൾ ഇങ്ങനെയാണ് സ്റ്റാൻഡായിട്ട് വരുന്നത്. കാണുന്നുണ്ടോയെന്ന് അറിയില്ല. ഓക്കെ ഗായ്സ്, അപ്പോൾ ഇങ്ങനെയാണ് സ്റ്റാൻഡായിട്ട് വരുന്ന സംഭവം. ഇതിൻ്റെ മേലെ അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. 2 മോഡാട്ടോ. ഇത് രണ്ടാമത്തെ. ആദ്യത്തെ കുറച്ച് വെളിച്ചം കുറവാണ്. പിന്നെ ഇതിനകത്ത് ഒരു USB റീചാർജബിൾ ചെയ്യുന്ന ലൈറ്റാണ് കേട്ടോ സംഭവം. കുറേ പേർക്ക് ഇതിൻ്റെ സംഭവത്തിൽ ഇത് കിട്ടാറുണ്ട്, USB പോർട്ട് ചാർജർ കിട്ടാറുണ്ട്. കേബിൾ മാത്രമായിട്ട് കിട്ടാറുണ്ട്. പക്ഷെ എനിക്ക് കിട്ടിയത് എന്താ അറിയില്ല. പിന്നെ നമ്മുടെ ഇവിടെ ഈ ഒരു സംഭവത്തെയാണ് ഫോണൊക്കെ കാര്യങ്ങളൊക്കെ വെക്കുന്നത്. ഓക്കെ, ഫോൺ കാര്യങ്ങളൊക്കെ വെക്കണ ഈ സംഭവത്തെയാണ്. ഗ്രിപ്പൊക്കെ അത്യാവശ്യം നല്ല രീതിക്കുണ്ട്. പിന്നെ ഈ സംഭവം നമുക്ക് ഇങ്ങനെ തിരിച്ച് വെക്കാം. നേരെ ഫോൺ വെക്കുകയാണെങ്കിൽ ഇങ്ങനെ വെക്കാം. അല്ല തിരിച്ച് നമ്മൾ സാധാ മൂവി കാണാനൊക്കെ ആണെങ്കിൽ ഇങ്ങനെയും വെക്കാം. ഓക്കെ, ഇങ്ങനെ വെക്കാം. പിന്നെ ഇത് നമുക്ക് നീട്ടാൻ പറ്റും. ഓക്കെ, അപ്പം ലോക്കാക്കി വെക്കട്ടെ. ഈ സംഭവം ഇങ്ങനെ നീട്ടാം. നമ്മൾ ഇങ്ങനെ നീട്ടി വെക്കാം. ഇത്രയും നീളത്തുള്ളൂ സാധനം. അപ്പോൾ ഇങ്ങനെ നീട്ടി വെക്കാം കേട്ടോ സാധനം. കാണിച്ചു തരാം. ഇങ്ങനെ നീട്ടിയെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ നമുക്ക് താഴ്ത്തി ഇവിടുന്ന് ബ്ലൂടൂത്തിൻ്റെ മറ്റേ സംഭവമൊക്കെ കൊടുത്തിട്ടുണ്ട്. നമ്മൾ ഈ ഒരു സ്വിച്ച് വഴിയാണ് ബ്ലൂടൂത്ത് കൺട്രോൾ ചെയ്യണത്. ഒരു സ്വിച്ചാണ് ബ്ലൂടൂത്ത് ഉണ്ടായത്. നെക്കി പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ബ്ലൂടൂത്ത് സിഗ്നലായിട്ടൊരു ലൈറ്റ് കാണാൻ പറ്റും. അപ്പോൾ ഇതാണ് ലൈറ്റ്. കണ്ടു ഗൈസ്, ഇതാണ് സംഭവം ലൈറ്റ്. പിന്നെ നമുക്ക് കാര്യമായിട്ടൊന്നും പറയാനില്ല. ഡിസഡ്വാൻറ്റേജ് വെച്ചാൽ ചില നല്ല വെയിറ്റുള്ള സാധനങ്ങളൊന്നും ഇതിൽ വെക്കാൻ പറ്റത്തില്ല. പിന്നെ എന്താ വെച്ചാൽ ലൈറ്റൊക്കെ അത്യാവശ്യം നല്ല വെളിച്ചമുണ്ട്, കുഴപ്പമൊന്നുമില്ല. പിന്നെയെന്ന് വെച്ചാൽ അതിൻ്റെ ഡിസഡ്വാൻറ്റേജ് വരുന്നത് ചെറിയൊരു ഇതാണ്. ഇതിങ്ങനെ ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിയുന്നുണ്ട്. എനിക്ക് അത്രേ ഉള്ളൂ സംഭവം. പിന്നെ വേറെ സംഭവമായിട്ട് വേറെ ഇത് അങ്ങനെ കാര്യമായിട്ടൊന്നും വരുന്നില്ല. ഇത്രയൊക്കെ തന്നെയുള്ളൂ. പിന്നെ നിങ്ങൾക്കറിയാമല്ലോ, 250 രൂപയാണ് ഇതിൻ്റെ വില വരുന്നത്. പക്ഷേ അതിൻ്റേതായ ക്വാളിറ്റി ഉണ്ടാവുള്ളൂ സംഭവം. അപ്പോൾ ഇങ്ങനെയൊക്കെയാണ് ഇപ്പോൾ ഇതിൻ്റെ സംഭവങ്ങളൊക്കെ. പിന്നെ ഈ ഒരു സംഭവത്തിൽ ബാറ്ററിയാണ് വരുന്നത്. സ്വിച്ചിനകത്ത് ബാറ്ററിയാണ് വരുന്നത്. നമ്മളിപ്പോൾ ബാറ്ററി വേണമെങ്കിൽ റീപ്ലേസ് ചെയ്യണമെങ്കിൽ ഇത് ഊരിയിട്ട് ചെയ്യാമെന്നാണ് അവർ പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയൊക്കെയാണ് സംഭവം. പിന്നെയെന്ന് വെച്ചാൽ ഇതിനകത്ത് വരുന്ന വേറെ ഫീച്ചേഴ്സൊന്നും അങ്ങനെ അധികമായിട്ട് വരുന്നില്ല. സംഭവം ഇത്രേ ഉള്ളൂ. അത്യാവശ്യം നല്ല രീതിക്ക് ക്വാളിറ്റി ഒക്കെ ഉണ്ട്. ഫോണൊക്കെ നല്ല രീതിക്ക് ഹോൾഡാണ്. നല്ല ടൈറ്റായിട്ട് സംഭവം അവിടെ ഹോൾഡായി നിൽക്കുന്നുണ്ട്. ഇത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ചിലവർ ഈ ഒരു സാധനം തിരിക്കണ ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആടി കളിച്ചിട്ട് ഫോൺ വീഴും.
അപ്പോൾ പിന്നെ കാര്യമായിട്ടൊന്നുമില്ല. പിന്നെ ഇത് നാഫേൻ്റെ 3-in-1 ആണ് ഓർഡർ ചെയ്തത്. ഞാൻ ഓർഡർ ചെയ്തപ്പോൾ 230 ആയിരുന്നു, 230 റുപ്പീസാണ് വന്നത്. അപ്പോൾ ഇതാണ് സംഭവം. ഡെലിവറി ഞാൻ 2 ദിവസം എടുത്തു കേട്ടോ. സാധനം ഇന്നാണ് കിട്ടിയത്. ഓക്കെ, അപ്പോൾ ഗൈസ്, അപ്പോൾ ഞാനത് വൈൻഡപ്പ് ചെയ്യണം. ഇതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഇനി വരാനുണ്ട്. അപ്പോൾ നമ്മൾ വൈൻഡപ്പ് ചെയ്യണം. ഓക്കെ, ബൈ ഗൈസ്.